രായൻ ധനുഷിന്റെ 50ാമത്തെ ചിത്രം. ധനുഷ് തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പടം. അദ്ദേഹത്തോടൊപ്പം തുഷാര വിജയൻ, സന്ദീപ് കിഷൻ, കാളിദാസ് ജയറാം, അപർണ ബാലമുരളി, പ്രകാശ് രാജ് തുടങ്ങിയ ഒരു വലിയ താരനിര തന്നെ അണിനിരുന്ന ഈ തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. കാത്തവരായനും 2 അനിയന്മാരും ഏറ്റവും ഇളയ അനിയത്തിയും ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് രായൻ. ആദ്യത്തെ ഒരു 50 മിനിറ്റ് പ്രത്യേകിച്ച് പുതുതായിട്ട് ഒന്നും തന്നെ തരാനില്ല എന്ന് തന്നെ പറയാം. ഒരു 100 കണക്കിന് തമിഴ്, തെലുങ്ക്, മലയാളം ഉൾപ്പെടെയുള്ള സിനിമകൾ കണ്ടിട്ടുള്ള സ്ഥിരം ക്ലീഷേ വെല്ലിയേട്ടൻ മാസ് മസാല സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചുമ്മാ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് ഒരുക്കിയ ഒരു മാസ് മസാല പടമാണല്ലോ, സോ ഇതിന് ഞാൻ റിവ്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു 50ാമത്തെ മിനിറ്റിൽ എത്തുമ്പോൾ ഒരു സംഭവം അങ്ങോട്ടുണ്ടായി. അവിടെ തുടങ്ങി പിന്നെ ഒരു പവർ പാക്ഡ് ആൻഡ് അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് സമ്മാനിച്ച പടം. സാധാരണ ഇപ്പോഴുള്ള തമിഴ് പടങ്ങളിൽ ഈ അണ്ണൻ തങ്കച്ചി പാസം നല്ല വെറുപ്പീരാണ്. ബട്ട് ഇതില് ഈ അണ്ണൻ തങ്കച്ചി പാസമാണ് അതിന്റെ മെയിൻ അല്ലെങ്കിൽ കരുത്ത് എന്ന് തന്നെ പറയാം. എസ്പെഷ്യലി ഇതിലെ തുഷാരയുടെ ക്യാരക്ടർ പോർട്രേ ചെയ്തിരിക്കുന്ന വിധം കിടിലനാണ്. ഐ ലവ്ഡ് ഇറ്റ്. ഈ അസാധാരണമായ ചേട്ടൻ അനിയത്തി പാസം ആക്ച്വലി രാവണന് അദ്ദേഹത്തിന്റെ സഹോദരി ശൂർപ്പണഖയോടുള്ള സ്നേഹമാണ്. അതാണ് ഈ സിനിമയിൽ ഒരു മെറ്റഫോർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് പടത്തിന്റെ സ്റ്റോറിയും. ഇങ്ങനെയുള്ള ഒരു മാസ് മസാല പടത്തിൽ ഈ വിധത്തിലുള്ള ഒരു കാര്യം കൊണ്ടുവന്നത് വെറൈറ്റി ആയിരുന്നു. ക്ലീഷേ പൊളിച്ച കുറെ അധികം കാര്യങ്ങൾ കഥ പറച്ചിൽ സ്റ്റൈലിൽ കൊണ്ടുവന്നതും വലിയൊരു ഹൈലൈറ്റ് തന്നെയാണെന്ന് പറയാം. പ്രത്യേകിച്ച് ഹൈപ്പ് ഒന്നും ഇല്ലാതെ ഒരു വൈഡ് ഷോട്ടിൽ പലരുടെയും ഇടയിലായിട്ട് ഒരു സാധാരണക്കാരനെ പോലെയുള്ള നായകന്റെ ഇൻട്രോ മുതൽ ഈ ക്ലീഷേ ബ്രേക്കിംഗ് കാര്യങ്ങൾ തുടങ്ങുകയാണ്. ഒരു സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരു സൂപ്പർ ഹീറോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഹീറോ ആയിട്ടുള്ള ഒരു നായകൻ വേണമെന്നില്ല. അവർക്ക് വേണമെങ്കിൽ സ്വയം പ്രൊട്ടക്ട് ചെയ്യാനും ഒപ്പം ഒരാണിനെയും പ്രൊട്ടക്ട് ചെയ്യിക്കാനും കഴിയും എന്ന് കാണിക്കുന്ന സീനുകൾ ഉൾപ്പെടെ തിരക്കഥയുടെ അസാധാരണ സ്വഭാവം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ധനുഷിന് അങ്ങനെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള പുള്ളിയുടെ തന്നെ പല ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് ഈ സിനിമയിൽ വരുന്നുണ്ട്. ഇപ്പോ അസുരന് അല്ലെങ്കിൽ വടച്ചെന്നൈ അങ്ങനെ പല സിനിമകളും ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ ആ ഒരു പ്രസൻസിന് ഒരു വലിയ മാജിക്ക് ഈ സിനിമയ്ക്ക് തരാനുണ്ട്. ചില നോട്ടം കൊണ്ട് നടത്തം കൊണ്ടൊക്കെ ആ ഒരു താരത്തെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് കാത്തവരായൻ. അനിയന്മാരിൽ മൂത്തവനായിട്ട് വന്ന സന്ദീപ് കിഷൻ കിടുവായിരുന്നു. അതുപോലെ ഇളയവനായിട്ട് വന്ന കാളിദാസ് ജയറാം സെക്കൻഡ് ഹാഫിൽ ചില സർപ്രൈസ് ആക്ട് ഒക്കെ നൽകിയതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ചേട്ടനേക്കാൾ കൂടുതൽ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതിങ്ങനെ പറയാതെ പറഞ്ഞതും രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ലാത്ത ഒരു സ്ഥിരം അനിയത്തി കഥാപാത്രമായി തുടങ്ങിയ തുഷാരയുടെ ദുർഗ എന്ന് പറയുന്ന കഥാപാത്രം സെക്കൻഡ് ഹാഫിൽ അന്യായമായി മാറുകയാണ്. ആ ഒരു ഹോസ്പിറ്റൽ സീനൊക്കെ ആക്ച്വലി ഈ ഫിലിമിലെ ഏറ്റവും കിടിലൻ പ്രകടനം തുഷാരയുടേതാണെന്ന് പറയാം. SJ സൂര്യയുടെ ഈ അടുത്ത കാലത്തുള്ള വേറെ സിനിമകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയ സംഭവമായിട്ടുള്ള ഒരു റോളായിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ കിടുവായിരുന്ന അപർണ ബാലമുരളി സെക്കൻഡ് ഹാഫിൽ അവിഞ്ഞു പോവുകയും ചെയ്തു. ഒരു ക്ലീഷേ ക്യാരക്ടർ ആയിരുന്നുവെങ്കിലും ശെൽവരാഘൻ അവതരിപ്പിച്ച കഥാപാത്രം നൈസ് ആയിരുന്നു എന്നുള്ള കാര്യം പറയാതെ വയ്യ. പ്രകാശ് രാജിന്റെ കഥാപാത്രത്തിന് യാതൊരു പുതുമയും അല്ലെങ്കിൽ മികവും ഒന്നും തന്നെ എനിക്ക് തോന്നിയില്ല. ഈ വരലക്ഷ്മി ശരത് കുമാറൊക്കെ എന്തിനാണ് ഈ പടം ചെയ്തത് എന്ന് എനിക്ക് തോന്നി. ബട്ട് ആ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു സീന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സ്റ്റിൽ അവരെ ഈ പടത്തിൽ വേസ്റ്റ് ആക്കിയതുപോലെയാണ് കൂടുതൽ ഭാഗങ്ങളിലും എനിക്ക് തോന്നിയത്. അല്പനേരമേ ഉള്ളൂവെങ്കിലും ദേവദർശിനിയുടെ നല്ല റോളായിരുന്നു. ഓം പ്രകാശിന്റെ ഛായാഗ്രഹണം നന്നായിട്ടുണ്ട്. അതുപോലെ പടത്തിന്റെ ലൈറ്റിംഗ് അല്ലെങ്കിൽ ഈ നിഴല് വെച്ചിട്ടുള്ള കുറെ സീനുകളൊക്കെ ഉണ്ട്, അത് കിടുവായിരുന്നു. രക്തച്ചൊരിച്ചിൽ ഉള്ള സിനിമ ആയതുകൊണ്ടാണോ എന്തോന്നറിയില്ല, നിറയെ റെഡ് കളർ ടോണ് പടത്തിൽ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റും. പാനിങ് ആൻഡ് സ്മൂത്ത് മൂവിങ് ഷോട്ടുകളൊക്കെ രസമുണ്ടായിരുന്നു. പ്രസന്ന GKയുടെ എഡിറ്റിങ്ങും രസമുണ്ടായിരുന്നു. AR റഹ്മാന്റെ ഗാനങ്ങളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പടത്തിന് വലിയ കരുത്താണെന്നുള്ളത് സത്യം തന്നെയാണ്. ഈ തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഒക്കെയുള്ള ബോഗി എന്ന് പറയുന്ന ഒരു ആഘോഷമുണ്ട്. ഈ പഴയതും ഒഴിവാക്കിയതായിട്ടുള്ള വസ്തുക്കളെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലുള്ള ദുഷിച്ച ചിന്തകളും കാര്യങ്ങളും എല്ലാം നശിപ്പിക്കുക എന്ന ഒരു സന്ദേശം കൂടി തരുന്ന ഒരു ആഘോഷമാണ് ഭോഗി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് അല്ല ഒരു ഡാൻസ് പടത്തിൽ വരുന്നുണ്ട്. ഒരേ സമയം ആഘോഷവും അതുപോലെ തന്നെ അപായ സൂചനയും തരുന്ന വിധത്തിൽ അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധമൊക്കെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. എങ്കിലും അത് കുറച്ച് വിയേർഡായിട്ടും അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസിങ് ആവാതെയും എനിക്ക് തോന്നി. പിന്നെ പടത്തിന്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇത് സത്യത്തിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥയാണ്. ഇപ്പൊ സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിന്റെ കഥയാണ് സിനിമ പറയുന്നത്. എങ്കിലും പലപ്പോഴും ഒരു ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഒന്നും പ്രേക്ഷകർക്ക് വരില്ല. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഉള്ള ചില തകിടം മറിച്ചിലുകളൊക്കെ ഉണ്ട്. അതിന്റെ ചില സൂചനകളൊക്കെ ആദ്യമേ ചെറുതായിട്ട് തരുന്നുണ്ടായിരുന്നു. എങ്കിലും അത് പലർക്കും കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല എന്ന് തോന്നി. പിന്നെ വില്ലന്മാരൊന്നും
അത്ര സ്ട്രോങ് അല്ലാത്തതാണ് ഒരു പ്രധാന നെഗറ്റീവായിട്ട് പറയാനുള്ളത്. ആകെ മൊത്തം ടോട്ടലിൽ ഒരു കംപ്ലീറ്റ് ധനുഷ് വൺ മാൻ ഷോ ഒന്നും പ്രതീക്ഷിച്ച് പടം കാണാൻ പോകരുത്. മറ്റു പല ക്യാരക്ടേഴ്സിനും കുറെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്താൻ സ്കോപ്പുള്ള ഒരു തിരക്കഥയുള്ള സിനിമയാണ്. ഒപ്പം പല വിധത്തിലുള്ള സ്ഥിരം കാഴ്ചകളിൽ നിന്നും ക്ലീശകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്കിംഗ് ശൈലിയും ഒക്കെ ആയിട്ട് ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു രായൻ. എനിക്ക് പടം പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ അഭിപ്രായം ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക്. പിന്നെ കുറച്ച് ബ്രൂട്ടൽ രംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവർക്ക് വേണ്ടി ഞാൻ ഈ പടം റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ശരിയാണ്.